ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയൊരു ഞാൻ ഇതുവരെ ഇതിൽ എൻ്റെ വ്ളോഗിലിടാത്തൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ബ്യൂട്ടി ഫേഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഫേഷ്യൽ വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ ഹോം റെമഡീസ് എല്ലാം ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ പരീക്ഷിക്കാറുണ്ട്. പിന്നെ അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിട്ടുള്ള ഒരു ഫേഷ്യലാണ് കേട്ടോ, പാക്കാണ് കേട്ടോ. ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ മുഖമൊക്കെ കഴുകി എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യണം. ഇതെന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ വെള്ള, അതിലേക്കൊരു സ്പൂൺ കോഫി പൗഡറും പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു ടെക്സ്ചർ ഒന്ന്, ആ മുട്ടയുടെ വെള്ളേൻ്റെ ടെക്സ്ചർ ഒന്ന് പതിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ക്രീമി പരുവത്തിൽ കിട്ടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മളിപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്ത് നമ്മൾ ഡസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നിങ്ങൾ കൈ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ലെയർ ഒന്ന് ഡയറക്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കാൽ ഫ്രാക്ചറായ കാലല്ല, വിരലാണ് കേട്ടോ. എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് എന്താണ് മേജറാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഫ്രാക്ചറായപ്പോൾ പിന്നെ നല്ല വേദന ഉണ്ടായിരുന്നു. അതാണ് അവിടെ വീൽ ചെയറിലൊക്കെ ഇരുന്നിട്ട് വീഡിയോയിൽ വന്നത്. ഇപ്പോൾ വേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ മെല്ലെ മെല്ലെ ഇങ്ങനെ ചുവടുവെക്കുന്നുണ്ട്. എന്നാലും ഒരു മാസം റെസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഡ്രൈ ആവും കേട്ടോ. എന്നിട്ട് വേണം ഇത് നമുക്ക് ഫേസ് മൊത്തം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇത് തീരും വരെ നമുക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. ഇത് ഒറ്റ ലെയർ കൊണ്ട് മതിയാക്കരുത്. മുട്ടയുടെ വെള്ളമാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ വേഗം അപ്ലൈ ചെയ്യാം. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേഷ്യൽ ആണ്, പാക്കാണ് കേട്ടോ. അത് ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നത് ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. ഞാനൊരുവിധം ഹോം റെമഡീസൊക്കെ ഞാൻ വീട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളതാണ്. കടലപ്പൊടിയും ഒക്കെ ഉപയോഗിച്ചിട്ട്, തൈരൊക്കെ ഉപയോഗിച്ചിട്ട്. കാരണം നമുക്ക് നമ്മുടെ ഹെൽത്ത് പോലെ തന്നെയാണ് സ്കിന്നിനെയും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ആണ് നമുക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്താണെന്നറിയോ, ഇതിൻ്റെ മേലെ ഓരോ ലെയറായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഒട്ടിക്കണം കേട്ടോ, അല്ലെങ്കിൽ കുറച്ച് പണിയാണ് കേട്ടോ ഇങ്ങനെ ഒട്ടിക്കാൻ. ഇനി ഇതിൻ്റെ മേലെയാണ് ഇനി അടുത്ത ലെയർ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. വേണ്ട, ഡ്രൈ ആവും പെട്ടെന്ന്. എഗ് വെയിറ്റ് അല്ലേ. കുട്ടികളെണ്ട പേടിച്ചു പോവോ, എന്താണ് കോലം. ഓരോ പരീക്ഷണങ്ങൾ. ഇനി അടുത്ത ലെയർ ഇതിൻ്റെ മുകളിലോട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്താൽ പോകുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ കിടന്നിട്ട് അവർ സ്കിന്നുമായിട്ട് ഇങ്ങനെ ഒട്ടിക്കോളും. ഓക്കെ, ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ ടെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് നേരത്തെ 1-2 പ്രാവശ്യം ചെയ്തിരുന്നു. ഇതിങ്ങനെ വൈറലാകും മുമ്പ് കോഫി പൗഡർ വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ട് ഞാൻ. മുട്ടൻ്റെ വെള്ളം കണ്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു നുള്ളി ആഡാക്കിയിട്ടുണ്ട്. നോക്കാം നമുക്ക് എത്രത്തോളം എഫക്റ്റ് ആണെന്നുള്ളത്. ഇപ്പം ഞാൻ എൻ്റെ
ഫേസ് കണ്ടല്ലോ, ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നോക്കാമല്ലോ. ഓക്കെ, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം വീട്ടിൽ എവിടെയും പോക്കില്ല കേട്ടോ, പുറത്തൊന്നും പോക്കില്ല. അപ്പം വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് സമയം കൂടുതൽ അധികമുണ്ട്, ബോറടിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഒന്നും ബോറടിക്കാനൊരു സമയം ഞാൻ കണ്ടെത്താറില്ല. ഏതോ ബോറടിയും അതെങ്ങനെ ഞാനൊരു എനർജറ്റിക് ഡേ ആയിട്ട് മാറ്റും. അതാണ് എൻ്റെ ഒരു നേച്ചർ എന്നാണ്. അതുപോലെ ആകണം എല്ലാവരും. കാരണം നമ്മൾ ടെൻഷൻ അടിച്ച് വിഷമിച്ചിട്ട് അയ്യോ കാല് ഫ്രാക്ചർ ആയല്ലോ എന്ന് ചിന്തിച്ചിട്ടിരിക്കാതെ നമുക്കൊന്ന് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ നടക്കുക. ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് നടന്നാലല്ലേ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ കിടക്കാതെ നമ്മളിങ്ങനെ ഓടി നടക്കുന്ന ഒരു പെട്ടെന്നൊരു ദിവസം ബെഡിലായി കഴിഞ്ഞാൽ വല്ലാത്തൊരു നമ്മൾ കാണുന്നവർക്കും ഒരു ഇറിറ്റേഷൻ ആയിരിക്കട്ടെ അങ്ങനെയുള്ളവർ കിടക്കുമ്പോൾ. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മളിങ്ങനെ ഓരോരോ ക്രിയേറ്റിവിറ്റി ആയിട്ട് ഇങ്ങനെ നടക്കും. ആർക്കൊരു ബുദ്ധിമുട്ടാക്കാതെ അങ്ങനെ പോകണമല്ലേ. മരിക്കും വരെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് തന്നെ പോകണം. നമുക്ക് ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ റബ്ബ് തരും, അതൊക്കെ ഫേസ് ചെയ്യണം. അതെല്ലാം നമുക്ക് നമ്മൾ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. എപ്പോഴും സന്തോഷമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ ചെറിയ ചെറിയ പരിക്കുകളൊക്കെ പറ്റി നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കേണ്ട ഒരു സമയത്തൊക്കെ ഇങ്ങനെ ഇരിക്കണം. അല്ലാത്ത സമയത്ത് ആക്റ്റീവായിട്ട്. ഇനിയിപ്പോൾ ഇത് ഇപ്പോൾ കംപ്ലീറ്റ് ഒട്ടിയിട്ടുണ്ടേ. ഇനി എന്താണെന്നറിയാം, ഇനി ഇതൊന്ന് ഡ്രൈ ആകണം. ഡ്രൈ ആയിട്ട് പിന്നെയും അടുത്ത ലെയർ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കും. അങ്ങനെ അപ്ലൈ ചെയ്യാം. മാക്സിമം അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ, നല്ല ടൈറ്റിൽ തന്നെ. കഴുത്തിലേക്കും ചെയ്യണം. ഞാനിപ്പോൾ വീഡിയോ ആയതുകൊണ്ടാണ്, പിന്നെ ഇപ്പോൾ തട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് ഞാനത് പിന്നെ ചെയ്യും കേട്ടോ. ചെയ്യുമ്പോൾ നിങ്ങൾ കഴുത്തും കൂടി ചെയ്യണം. കാരണം എപ്പോഴും ഫേഷ്യൽ ചെയ്യുമ്പോൾ കഴുത്ത് കൂടി ചെയ്യാൻ നോക്കണേ. ഇപ്പോൾ ഇതാ ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, ഡ്രൈ ആയി വന്നിട്ടുണ്ട്. പക്ഷേ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ അധികം ചുണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നത്. നിങ്ങൾ മാക്സിമം സംസാരിക്കാതെ നോക്കണം. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നുണ്ടല്ലോ പെട്ടെന്ന് ചുളിവാകും. അപ്പോൾ ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു കോട്ട് പിന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 2 ലെയർ ഇട്ടു. 20 മിനിറ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് മെല്ലെ മെല്ലെ ഇങ്ങനെ പീൽ ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ പീൽ ചെയ്തിട്ടെടുക്കാം. കണ്ടോ, എടുത്തിട നല്ല വ്യത്യാസമില്ലേ? ഇതുപോലെ ഞാൻ എല്ലാം അങ്ങനെ പീൽ ചെയ്തിട്ടെടുക്കട്ടെ. ഇതാ ഫുള്ളായിട്ട് ഞാൻ അത് പീൽ ചെയ്തിട്ടെടുത്തു. ഇനി ബാക്കിയുള്ളതും കൂടി കുറച്ചുണ്ട്. ഇതിവിടെ മുടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനതൊന്ന് വെള്ളം തൊട്ട് നനച്ചിട്ട് കൈ ഇട്ട് വരാം മുഖം. ഓക്കെ, ഇപ്പം നല്ല മാറ്റമല്ലേ? കാരണം ആ ഒരു
നമ്മുടെ ആ ഒരു ഡസ്റ്റൊക്കെ ഇങ്ങനെ പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് കൈയിട്ട് വരാം. ഇനി കുറച്ചുകൂടി ഉണ്ട്, ആ മുടിയുള്ള ഭാഗമൊക്കെ ഇങ്ങനെ ഒട്ടിക്കിടക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് നനച്ചിട്ടെടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര വേദനയാണ്. അപ്പോൾ ഇതന്നെ മുഖം നല്ല പോലെ കഴുകിയിട്ടുണ്ട്, തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നനഞ്ഞ തുണി കൊണ്ട് ഇങ്ങനെ എടുക്കാം. ഇപ്പം കണ്ടോ നല്ല മാറ്റമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആദ്യത്തെ ഒരു ഫേഷ്യലാണ്, ബ്യൂട്ടി ടിപ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം, ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല വ്യത്യാസമുണ്ട്, എൻ്റെ ആദ്യത്തെ ഫേസും ഇപ്പോഴത്തെ ഫേസും നമ്മൾ നല്ല മാറ്റമില്ലേ? അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ഇനി നല്ലൊരു ടോണർ ഇടുക, ടോണർ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഫേസ് മോയ്സ്ചറൈസ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക, പുരട്ടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ എത്രക്കുള്ള ഡെയിലി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഹോം റെമഡി ആയാലും എന്തായാലും നമ്മൾ ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ, വീട്ടിൽ ചെയ്യുകയാണെങ്കിലും ഇവിടെ ബ്യൂട്ടി പാർലർ പോയി ചെയ്യുകയാണെങ്കിലും വൈകുന്നേരങ്ങൾ ചെയ്യാം. കാരണം ആ ഒരു സൺസെറ്റായി കഴിഞ്ഞ ശേഷം ചെയ്യാം, അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഒരു മുട്ടയുടെ വെള്ള, ഒരു സ്പൂൺ കോഫി പൗഡർ, പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കൂലേ? അപ്പോൾ പുതിയ ടിപ്പുമായിട്ട് വീണ്ടും കാണും വരെ. ബായ്.